വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്, കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. യൂണിറ്റ് 1 കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് കൺസർവേഷൻ എന്താണ് എന്നുള്ളത്, അതായത് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കൺസർവ് ചെയ്ത് വെക്കുക, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക, അതെന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഉള്ള ആവശ്യത്തിന്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വിസിറ്റ് ചെയ്യാൻ മാത്രമല്ലല്ലോ, എന്നത്തേക്കുമായിട്ടുള്ളൊരു വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നത്തേക്കുമായിട്ട് അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം, അല്ലെ കൺസർവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കൺസർവേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള, ആർക്കിടെക്ചറൽ ആയിട്ടുള്ള, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സൈറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, കെയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷൻ നൽകുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഹിസ്റ്റോറിക്കൽ കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഹിസ്റ്ററി, ജസ്റ്റ് ഒരു ഹിസ്റ്ററി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അതിൽ കുറേയധികം ലെങ്തി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്ര ലെങ്തി ആവേണ്ട ഒരു ആവശ്യമില്ല. അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കീ വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ കിങ് അശോക, അതേപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക്, ഈ രണ്ടുപേരെയും ഓർത്ത് വെക്കുക. അവരെന്താണ് ചെയ്തത് എന്നുള്ളതും ഓർത്ത് വെക്കുക. എന്താണ് ചെയ്തിട്ടുള്ളത്, ഏർലി കൺസർവേഷൻ സ്റ്റാർട്ട് ചെയ്തു, അതായത് അവരാണ് ആദ്യമായിട്ട് കൺസർവേഷൻ, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിൻ്റെ കൺസർവേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഏർലി കൺസർവേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആരാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തത് നോക്കി, ബ്രിട്ടീഷ് ലോസ്, അതായത് ബ്രിട്ടീഷ് ലോസ് രണ്ടെണ്ണം പറയുന്നുണ്ട്. ഒന്ന് മദ്രാസ് റെഗുലേഷനും അതേപോലെ തന്നെ ബംഗാൾ റെഗുലേഷനും. അപ്പോൾ മദ്രാസ് റെഗുലേഷൻ ആയാലും ബംഗാൾ റെഗുലേഷൻ ആയാലും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടാവും. ആ പബ്ലിക് ബിൽഡിങ്സിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു രണ്ട് റെഗുലേഷനും എന്ന് പറയുന്നത്. ഈ രണ്ട് റെഗുലേഷനും എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്, ബ്രിട്ടീഷ് ലോസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ASI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അലക്സാണ്ടർ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, മെയിൻറ്റെയിൻ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. അപ്പോൾ ഈ കൺസർവേഷൻ്റെ താഴെയാണല്ലോ ഈ മൂന്നെണ്ണം വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ടും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്, ഈ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് കൺസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസസ് നോക്കി വയ്ക്കുക. ഒന്നാമത്തത് കിങ് അശോക, അതേപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്കും ആണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏർലി കൺസർവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് ഏതാണ്, ബ്രിട്ടീഷ് ലോസ്. അതിൽ രണ്ട് ലോസ് അല്ലെങ്കിൽ രണ്ട് റെഗുലേഷൻ വരുന്നുണ്ട്. ഒന്ന് മദ്രാസ് റെഗുലേഷൻ, രണ്ട് ബംഗാൾ റെഗുലേഷൻ. രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്, പബ്ലിക് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടാവും, അതെല്ലാം എന്ത് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI എന്നുള്ളത് ചിലപ്പോൾ ഒരു 1 മാർക്കിനെ ഷോർട്ട് ഫോം അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ASI എന്ന് തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ആരാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അലക്സാണ്ടർ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ ആരാണ്, എന്തിനാണ്, എന്താണ്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ആ എക്സാമ്പിൾസ് അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും എടുത്ത് എഴുതാം എന്നല്ല. ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അലക്സാണ്ടർ ആണ്, ടു മെയിൻറ്റെയിൻ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. ഇനി കോസസ് ഓഫ് ഡിറ്റീരിയോറേഷൻ. ഇതിൻ്റെ മെയിനായിട്ടും നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൊന്യൂമെൻറ്റ്സ് ഒക്കെ മെയിനായിട്ടും നശിച്ചു പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് എന്താണ്, നമുക്കറിയാം, മാൻമെയ്ഡ് ആയിട്ടുള്ള നമ്മളുടെ മനുഷ്യൻ്റെ പ്രവർത്തികൾ കാരണം ഉണ്ടാവുന്ന എഫക്റ്റും ഉണ്ടാവാം. അതേപോലെ നേച്ചുറലായിട്ട് എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള എഫക്ട്സും ഉണ്ടാകും. ഇപ്പോൾ പ്രളയം വന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു സോളാർ റേഡിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ളത്, എർത്തിക്യുക്സ്, എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഡാമേജസ് വരും. ഡിറ്റീരിയോറേഷൻ ഉള്ളിടത്ത് നിങ്ങൾ ഡാമേജസ്, കോസസ് ഓഫ് ഡാമേജസ് എന്ന് പഠിച്ചാലും മതി. പക്ഷേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേച്ചുറൽ നമുക്കറിയാം ഏതൊക്കെയാണ് എർത്തിക്യുക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നതെല്ലാം, പ്രളയം, ഫ്ലഡ് നമുക്ക് എഴുതാം, എർത്തിക്യുക്ക് എഴുതാം, അതേപോലെ തന്നെ സോളാർ റേഡിയേഷൻ എഴുതാം. ഇതെല്ലാം നമുക്ക് നേച്ചുറൽ അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ഡാമേജസിൽ എഴുതാവുന്നതാണ്. ഇനി ഹ്യൂമൻ ഡാമേജസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിൽഫുൾ ഡാമേജ്, നമ്മൾ കരുതി കൂട്ടി ചെയ്യുന്ന ഡാമേജസ് ഉണ്ടാവുമല്ലോ. അതേപോലെ ഈ ടൂറിസ്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് പല ഏരിയാസിലും ടൂറിസം വന്നത് കാരണം
എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ പൊല്യൂട്ടഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ എന്താണ്, കുറേ ഫോറിനേഴ്സ് വരും, അല്ലെങ്കിൽ അവരൊന്നും നമ്മൾ കുറേ പേര് ശ്രദ്ധിക്കാതെ പോവും, അങ്ങനെ പൊല്യൂഷൻ ആവും, അങ്ങനെ ആ ഒരു ഏരിയ നശിക്കുകയാണ്, മെല്ലെ 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 ആ ഒരു ഏരിയ നശിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പൊല്യൂഷൻ കാരണവും അതേപോലെ തന്നെ ഈ ടൂറിസ്റ്റ് ഇൻ്റർവെൻഷൻ കാരണവും അതേപോലെ വിൽഫുൾ ഡാമേജ് ഉണ്ടാക്കുന്നത് മൂലവും ഹ്യൂമൻ എഫക്റ്റിൽ ഈ ഒരു ഡാമേജസ് സംഭവിക്കാറുണ്ട്. 2 ഡാമേജസും ഓർത്ത് വയ്ക്കുക, 2 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു സൈറ്റ് ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ട 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അതിനെന്ത് വേണം, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് വേണം. അതായത് എന്തെങ്കിലും ഒരു കീ ഇവൻ്റായിട്ട്, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക എവിടെയും ഇല്ലാത്ത, അതിനെയാണല്ലോ നമ്മൾ യുണീക്ക് എന്ന് പറയുക, എവിടെയും ഇല്ലാത്ത യുണീക്കായിട്ടുള്ള ആർക്കിടെക്ചർ കാരണമോ, അങ്ങനെ എന്താണ്, എവിടെയും ഇല്ലാത്ത അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു കീ ഇവൻസിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സൈറ്റ് ആയിരിക്കണം എന്തെന്ന് പറയണത്, ഈ ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു താജ്മഹലിനെ ഹിസ്റ്റോറിക്കൽ സൈറ്റ് ആയിട്ട് കണക്കാക്കുന്ന സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയാസ്, താജ്മഹൽ എന്നല്ല ഏതൊരു സൈറ്റ് ആയാലും അതിനെ ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് കണക്കാക്കണമെങ്കിൽ 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. 2 എന്താണ്, ഹിസ്റ്റോറിക്കൽ ഇൻറ്റഗ്രിറ്റി. 3 ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം, അതായത് ഒതൻറ്റിസിറ്റി റിലേറ്റീവ് ടു ഇറ്റ്സ് ടൈം പീരീഡ്. അപ്പോൾ അതായത് ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ടൈം ലൈനോട് ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ഒതൻറ്റിസിറ്റി, അതായത് ഒരു ജെന്യുവിൻനെസ് ഫീൽ ചെയ്യണം, ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയാസാണ് ഒരു സൈറ്റിനെ ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ്. ഇനി ഹെറിറ്റേജ് ഗ്രേഡിംഗ് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കും. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹെറിറ്റേജ് ഗ്രേഡിംഗ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്. ഇനി അതേ ഓർഡറിൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ച് നോക്കിയാൽ, ഗ്രേഡ് 1 ആകുമ്പോൾ നാഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. ഗ്രേഡ് 1 നാഷണൽ സിഗ്നിഫിക്കൻസ്, അതായത് എന്തെങ്കിലും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക്, ഒരു പ്രൈം ലാൻഡ്മാർക്ക് അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെയുള്ള ഏരിയാസിനെയാണ് നമ്മൾ എന്ത് പറയുക, നാഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയാം. ഇനി ഗ്രേഡ് 2 ആവണ സമയത്ത് അത് റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ സിഗ്നിഫിക്കൻസ് ആയിരിക്കും. ഒന്നുമില്ല, ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒരു സ്മോളർ സ്കെയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ കരകൗശല സംഭവങ്ങൾ എന്നൊക്കെ പറയില്ലേ, കരകൗശല വൈദഗ്ധ്യം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെ ഏതിൽ പെടുന്നതാണ്, ഈ ഗ്രേഡ് 2 പെടുന്നതാണ്. അപ്പോൾ മെയിനായിട്ടും ഒരു റീജിയണൽ ഐഡൻറ്റിറ്റിയാണ് ഗ്രേഡ് 2 കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 1 നാഷണൽ ആയിരുന്നു, ഗ്രേഡ് 2 വരുന്നത് റീജിയണൽ ഐഡൻറ്റിറ്റി ആണ്. ഇനി ഗ്രേഡ് 3 ആവുന്ന സമയത്ത് ഒരു നഗരം എങ്ങനെയാണ്, ഒരു ടൗൺസ്കേപ്പ് അപ്പിയറൻസ് ആയിരിക്കും എന്തുണ്ടാവുക, ഗ്രേഡ് 3 ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ ലൊക്കാലിറ്റീസ് ഐഡൻറ്റിറ്റി ആയാലും ഹിസ്റ്ററി ആയാലും ഏതിലാണ് വരുന്നത്, ഗ്രേഡ് 3 വരുന്നത്. അപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, നാഷണൽ, റീജിയണൽ, ലൊക്കാലിറ്റീസ് ഐഡൻറ്റിറ്റി, അങ്ങനെ 3 എണ്ണമായിട്ട് പഠിച്ചു വയ്ക്കുക. അത് എളുപ്പമാണ്, എന്തായാലും വരുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ പിന്നെ അത് വെറുതെ വിട്ട് കളയണ്ടല്ലോ. ഇനി കൺസർവേഷൻ ലോസിൽ വരുന്ന സമയത്ത് നമ്മൾ ആക്ട് ഓഫ് 1904 എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, പബ്ലിക് ആയിട്ടുള്ളതും പ്രൈവറ്റ് ആയിട്ടുമുള്ള ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റാണ് ആൻഷ്യൻ മൊന്യൂമെൻറ്റ്സ് ആൻഡ് പ്രിസർവേഷൻ ആക്ട് എന്ന് പറയുന്നത്. അതിനെ എന്തായിട്ട് അറിയപ്പെടുന്നുണ്ട്, ആക്ട് ഓഫ് 1904 എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ എന്താണ് ആക്ട് ഓഫ് 1904 എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആൻഷ്യൻ മൊന്യൂമെൻറ്റ്സ് ആൻഡ് പ്രിസർവേഷൻ ആക്ട് എന്താണെന്നുള്ളതോ ചോദിക്കാം, രണ്ടും ചോദിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്, പബ്ലിക് ആയിട്ടുള്ളതോ പ്രൈവറ്റ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സിനെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസ് ഫോർ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ജോൺ മാർഷൽ എന്തിനാണ്, റിനൗണ്ട് കൺസർവേറ്റർ ഹു റീസ്റ്റോർഡ് ദ സാൻറ്റി സ്റ്റൂപാസ്.
നിങ്ങൾക്ക് അതിന് ഇനി എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് അതിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ ഒരു ജോൺ മാർഷൽ റിനൗഡ് കൺസർവേറ്റർ ഹു റീസ്റ്റോർഡ് ദി സാന്റി സ്റ്റൂപ്പാസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ സാന്റി സ്റ്റൂപ്പാസ് എന്ത് മൊന്യൂമെൻ്റ് ആണ്? ബുദ്ധിസ്റ്റ് മൊന്യൂമെൻ്റ് ആണ് എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് മൊന്യൂമെൻ്റ് ആയിട്ടുള്ള സാന്റി സ്റ്റൂപ്പാസിൻ്റെ റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള റിനൗഡ് കൺസർവേറ്റർ ആരാണ്? ജോൺ മാർഷൽ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി ASI റീസ്റ്റോർഡ് മേജർ ASI നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ ഫുൾ ഫോം? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും മനസ്സിലാവണുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്ന് അറിയിക്കാം. ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്പൺ ആണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാ രീതിക്കുള്ള കമൻസും അറിയിക്കാവുന്നതാണ്. അതെല്ലാം നമ്മൾ നോക്കി ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പല രീതിക്കുള്ള കമൻസാണ് നമുക്ക് എനർജി തരുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഒരു രീതിക്കും നിങ്ങൾ മടിക്കരുത്, കമൻറ്റ് ചെയ്തോളുക. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് വരാം. ദെൻ ASI എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2 പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ സൈറ്റ്സ് ആണ് റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഒന്ന് കംബോഡിയ ആൻഡ് ബാമിയാൻ. ഓക്കെ, കംബോഡിയ ഒന്ന്, പിന്നെ ഏതാണ്? ബാമിയാൻ. ഇങ്ങനെ 2 ഇൻ്റർനാഷണൽ മേജർ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സൈറ്റ്സ് ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ഇനി കെമിക്കൽ പ്രിസർവേഷനിൽ ASI സയൻസ് ബ്രാഞ്ച്, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സയൻസ് ബ്രാഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ട്സ് കെമിക്കൽ കെയർ ഫോർ എത്ര, ആ നമ്പർ കറക്റ്റായിട്ട് പഠിക്കണം. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്നും ഡെയിലി ഇങ്ങനെ ആ നമ്പർ ഒന്ന് ഓർത്ത് നോക്കുക. കാരണം ഈ നമ്പേഴ്സൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് ആൻസർ ഷീറ്റിലകത്ത് നമ്മുടെ എന്താണ് നമുക്ക് ഒരു മാർക്ക് കിട്ടാനുള്ളൊരു ടിപ്പാണ്. കാരണം ഈ നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പഠിക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയുന്ന ഒരാളായിരിക്കും എന്നുള്ളൊരു ഇംപ്രഷൻ എന്ത് ചെയ്യും, പേപ്പർ നോക്കുന്ന ആൾക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് പോവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കറക്റ്റായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ടോ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക. 3593 അങ്ങനെ പറഞ്ഞായാലും ഒന്ന് പഠിച്ചേക്കാം. ഓക്കെ, അത്രയും മൊന്യൂമെൻറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കെമിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഓക്കെ, ASI സയൻസ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി ഗോൾഡൻ റൂൾ എന്താണ്? യൂസ് ഓഫ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻ്റർവെൻഷൻ ടു കീപ് ദി ഒറിജിനൽ ക്യാരക്ടർ ഇൻടാക്റ്റ്. ഒന്നുമില്ല, അതായത് ഇപ്പം നമ്മൾ വലിയ വലിയ സൈറ്റൊക്കെ കാണാൻ പോണ സമയത്ത് ഇത്ര ആൾക്കാരെ കയറ്റുള്ളൂ, ഒരു ദിവസം ഇത്ര ആൾക്കാർക്കേ പ്രവേശനമുള്ളൂ എന്നുള്ള രീതിക്കുള്ള പല സൈറ്റ്സും ഉണ്ടാവും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുറേ അധികം ഇൻ്റർവെൻഷൻ ഒഴിവാക്കാൻ. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുടെ എന്താണ് വരവും പോകും കാരണം ഈ ഒരു മൊന്യൂമെൻറ്റിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻ്റർവെൻഷൻ മാത്രമാണ് സാധ്യമാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി റോൾ ഓഫ് ദി ASI, നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ റോൾ എന്താണ് എന്നുള്ളത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അത് ഫൗണ്ടഡ് ഏത് വർഷത്തിലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 1861 ആണ്. ഈ ഇയറും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പേഴ്സൊക്കെ ഇല്ലേ, അത് മാത്രമായിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സാമിൻ്റെ തലേന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൗണ്ടഡ് ഇൻ 1861 അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ടൂറിസം ആൻഡ് കൾച്ചർ. എത്ര മൊന്യൂമെൻറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 3679. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് മാറാം, പക്ഷേ അതായത് ഈ ഓരോ റൂള് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ ഇയറിൽ ഈ ഡീറ്റെയിൽസ് ചിലപ്പോൾ മാറാം. പക്ഷേ ആസ് പെർ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു നമ്പേഴ്സാണ് അല്ലെങ്കിൽ ഇത്രയും മൊന്യൂമെൻറ്റ്സ് ആണ് എന്നുള്ള രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണോ അത് തന്നെ നിങ്ങൾ പഠിക്കാം. ഇനി സ്ട്രക്ചർ, ഇന്ത്യ സ്പ്ലിറ്റ് ഇൻ ടു 24 അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾസ് ടു മാനേജ് ദീസ് സൈറ്റ്സ്. അപ്പോൾ ഈ സൈറ്റ്സ് ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്ര അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾസ് ആയിട്ടാണ്? 24 അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾസ് ആയിട്ടാണ് ഈ ഒരു സൈറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ജസ്റ്റ് ASI എന്ന് ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. കിട്ടണില്ല എന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ താഴെ ഒന്ന് എഴുതി വെക്കുക ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെന്നുള്ളത്. പിന്നെ ഏത് ഇയറിലാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്, അത് ആ ഇയർ 1861 മാത്രം എഴുതി വെക്കാം. ഇനി എത്ര മൊന്യൂമെൻറ്റ്സ് ആണ് എന്നുള്ളത് 3679 എന്നുള്ള ആ ഒരു നമ്പർ മാത്രം എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, 24 എന്നുള്ള നമ്പർ എഴുതി വെക്കാം. എന്നിട്ട് ഈ ലാസ്റ്റ് ഈ SIൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 24 എന്താണെന്നുള്ളത് ഓർക്കുക. 24 എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾസ്, എന്തിനു വേണ്ടിയിട്ട്, ഈ സൈറ്റ്സ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്പർ മാത്രം നിങ്ങൾ എഴുതി വയ്ക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, ഇനി അംസാർ ആക്ട് ഓഫ് 1958 ആൻഡ് ദി ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷർ ആക്ട് ഓഫ് 1972. അപ്പോൾ കീ ലെജിസ്ലേഷൻ എന്തിലൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആ ആക്ടിൻ്റെ പേരും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്, ഇൻടാക് എന്ന് പറയുന്നത് ഒരു മേജർ NGO ആണ്. NGO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫോം നിങ്ങൾ എഴുതി വെച്ചോളൂ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്. ഈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അതായത് ഏത് ഇയറിലാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കണം, 1984. ഈ ഇയർ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല എന്നുണ്ടെങ്കിലും അതായത് ASI ഫോം ചെയ്തിട്ടുള്ളത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ള ഇയർ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കാം. ഈ ഇയർ നിങ്ങൾക്ക് ഓർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി മേജർ ആയിട്ടുള്ള ഒരു NGO നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ് ഇൻടാക് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ബൂസ്റ്റ് പബ്ലിക് അവെയർനെസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആണ്, ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇത് ഫ്യൂച്ചറിലേക്കും ആവശ്യമുണ്ട്, നമ്മുടെ തലമുറമായിട്ട് ഇത് അവസാനിക്കാനായിട്ട് പാടില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കില്ലേ നമ്മൾ. അങ്ങനെ ഒരു പബ്ലിക് അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു മേജർ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGO ആണ് ഇൻടാക് എന്ന് പറയുന്നത്. അപ്പോൾ റോൾ ഓഫ് ASI ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഇനി യുനെസ്കോ ആൻഡ് വേൾഡ് ഹെറിറ്റേജ് 1972 കൺവെൻഷനിൽ അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള കൾച്ചറൽ മൊന്യൂമെൻറ്റ്സും അതേപോലെ തന്നെ നേച്ചുറൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സും രണ്ടും പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് 1972 കൺവെൻഷൻ എന്ന് പറയുന്നത്. നേച്ചുറൽ ആയിട്ടുള്ളത് മാത്രമല്ല, മാൻമെയ്ഡ് ആയിട്ടുള്ളത് മാത്രമല്ല, രണ്ടും പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് ഇത് 1972 കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മിറ്റിയിൽ മെയിനായിട്ടും എത്ര എൻട്രീസ് ഉണ്ട് എന്നുള്ള ആ ഒരു എൻട്രീസിൻ്റെ ലിസ്റ്റും അതേപോലെ തന്നെ എത്ര വിഹിതം ഫണ്ടിങ് അലോക്കേഷൻസും എത്രയാണ് എന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, നിയമിച്ചിട്ടുള്ളതാണ് ഈ ഒരു കമ്മിറ്റി എന്ന് പറയണത്. ഓക്കെ, ഇനി ഇന്ത്യൻ സൈറ്റ്സിൽ മെയിനായിട്ടും 23 കൾച്ചറൽ സൈറ്റ്സ്. ആ 23 കൾച്ചറൽ സൈറ്റ്സിൽ നമ്മുടെ ആരുണ്ട്, നമ്മുടെ താജ്മഹൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ 23 കൾച്ചറൽ സൈറ്റ്സ് ആണുള്ളത്. ഈ 23 കൾച്ചറൽ സൈറ്റ്സും ഇതിൽ വരുന്നതാണ്. ഇന്ത്യൻ സൈറ്റ്സിൽ 23 കൾച്ചറൽ സൈറ്റ്സ് ഉണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. താജ്മഹൽ എന്തായാലും അറിയാലോ, പിന്നെ കുത്തുബ് മിനാർ ഉണ്ട്. പിന്നെ ഏതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാലും മതി, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഹിൽ ഫോർട്ട്സ് എത്രയാണ്, 6 ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ ഇൻക്ലൂഡിങ് ജയ്പൂർ വെർ ജോയിൻ്റ്ലി ആഡഡ് ഇൻ 2013. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹിൽ ഫോർട്ട്സ് എത്ര എണ്ണം ആണ് എന്നുള്ളത്, 6 ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്നതിൽ യാതൊരു മടിയും വേണ്ട. എന്ത് ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളതിന് മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ താങ്ക്